സ്വന്തം ഉമ്മ മരിച്ചു കഴിഞ്ഞ ശേഷം ഹൂറന്മാരുടെ ലോകത്തേക്ക് എന്റെ ഉമ്മ യാത്രയായി. ആ ഹൂറന്മാർക്ക് വേണ്ടി എന്നെ തള്ളിപ്പറഞ്ഞ ഉമ്മ പോയി. ആദരാഞ്ജലികൾ എന്നെഴുതിവിടുന്ന തെമ്മാടികളുടെ ചിത്രം അള്ളാഹു പറഞ്ഞു തരികയാണ്. നമ്മളുടെ യുവസമൂഹം അടിക്കുഞ്ഞങ്ങൾ, പൊള്ളിക്കുഞ്ഞങ്ങൾ, അടിച്ച് പൊള്ളിച്ച് നിരത്തും ഞങ്ങൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്. ഇത് എൻ പാത, എൻ അധികാരം, വഴിതെറ്റാനുമുണ്ടവകാശം. സുഖസന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം. പുരമതി ഇനി പുനരധിവാസം, അടിമുടിയൊരു പുതിയ വിലാസം. തനി നിറമെടുത്തണിയണ നെഞ്ചേ കാട്ടു തോന്യാസം. പേനക്കത്തികൊണ്ട് വിദ്യാരംഭം കുത്തി ഹരിശ്രീ, തോക്കിൻ കാഞ്ചിവലി ശീലം പണ്ടേ മറാത്ത വ്യാധി, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. മനുഷ്യനെ മനുഷ്യനായി കാണുകയും ഒരുവന്റെ വാക്കുകൾ അപരൻ സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു നാൾ എന്നെങ്കിലും ഇവിടെ പുലരുമോ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കവി ചോദിച്ചിട്ടുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണുന്നില്ല എന്ന് മാത്രമല്ല, സകലമാന അരാജകത്വങ്ങളും മനുഷ്യൻ്റെ ലാബിലൊട്ടിച്ച ജീവി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ടി.എസ്. എലിയറ്റ് എന്ന ഒരു വിഖ്യാതനായ ആംഗലേയ കവി അദ്ദേഹത്തിൻ്റെ ദ റോക്ക് എന്ന കവിതയിൽ ചോദിക്കുന്ന ഒരു വിശ്രുതമായ ചോദ്യമുണ്ട്. Where is the life that we lost in living? Where is the wisdom that we lost in knowledge? നമ്മൾ ജീവിക്കുന്നതിനിടയ്ക്ക് നമുക്ക് നഷ്ടമായി പോയ ജീവിതം എവിടെ? നാം അറിവ് നേടുന്നതിനിടയ്ക്ക് നമുക്ക് കൈമോശം വന്നുപോയ വിവേകം എവിടെ, ബുദ്ധി എവിടെ എന്നതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യം നമ്മുടെ കാലഘട്ടത്തിലെ ഓരോ സംഭവ വികാസങ്ങളും നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ചോദിപ്പിക്കുകയാണ്. ലോകത്തിനൊരു റിപ്പയറിനുള്ള കാലം അടുത്തുപോയി, പണി വേഗം തുടങ്ങണം. മതത്തിൻ പുക കൊണ്ടാവാം ആകെ കരി പിടിച്ചുപോയി, രാഷ്ട്രീയ ചിതൽ തിന്നിട്ടടിത്തട്ടും തൂണും ദ്രവിച്ചുപോയി, ശാസ്ത്രകമ്പം കൊണ്ടതിൻ്റെ അടിത്തറ ഇടിഞ്ഞുപോയി എന്ന് കുഞ്ഞുണ്ണി മാഷ് ഈ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളുടെ ഈ പോക്ക് എങ്ങോട്ടേക്കാണ്? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ഞാനും നിങ്ങളും തമ്മിൽ ഈ ചോദ്യം ചോദിച്ചാൽ അതിനൊരർത്ഥമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വാണിമേലിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ ഇവിടെ വന്നിട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്? ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്? നിങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല എങ്ങോട്ടേക്കാണ് നിങ്ങൾ പോകുന്നത്, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്, വീട്ടിലേക്കാണോ വേറെ? അതുകൊണ്ട് ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. പക്ഷേ നമ്മളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന ആ കാലം മുതൽ, നമ്മൾ പിറന്നു വീണ ആ കാലം മുതൽ ഇതുവരെ ജീവിച്ച ഓരോ സംഗതികളും, ഓരോ നിമിഷാർദ്ധങ്ങളും കൃത്യമായി അറിയാവുന്ന അള്ളാഹുവാണ് ചോദിക്കുന്നത്, ഫഅൈന തദ്ഹബൂൻ, അപ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? മനുഷ്യന്റെ ഗമനം ധാർമ്മികതയുടെ വഴിയിലൂടെയായിരിക്കണം. യൂറോപ്പിൽ ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പങ്കുവെച്ചത് ഒരേ ഒരു വ്യക്തിയിൽ നിന്ന് ഒരമ്മയും മകളും ഒരേ സമയം ഗർഭിണിയായി. അമ്മയും മകളും ഒരാളിൽ നിന്ന് ഗർഭം ധരിച്ചു. എന്നിട്ട് അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അമേരിക്കയിൽ ഒരു സ്ത്രീ പരസ്യം കൊടുത്തു, എൻ്റെ ആദ്യത്തെ കുട്ടി അമേരിക്കക്കാരൻ്റെതാണ്, രണ്ടാമത്തെ കുട്ടി ബ്രിട്ടീഷുകാരനാണ്, മൂന്നാമത്തത് ഓസ്ട്രേലിയനാണ്,
നാലാമത്തത് സ്വിറ്റ്സർലാൻഡാണ്. എനിക്കൊരു ഇന്ത്യക്കാരൻ്റെ കുട്ടിയെ വേണം, ഒരു ഇന്ത്യക്കാരനെ ഞാൻ ക്ഷണിക്കുന്നു. ഇതാണ് ലോകം. ഇതാണ് ലോകം. ലിബറലിസം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇനി ഞങ്ങൾക്ക് യാതൊന്നിനോടും കടപ്പാടില്ല, കടമയില്ല, ഉത്തരവാദിത്വമില്ല, ഞങ്ങൾക്ക് വാല്യൂസ് ഇല്ല, നിങ്ങളുടെ മൂല്യബോധം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള തുറന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ധാർമ്മിക രംഗം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഈ അരാജകത്വം കടന്നു വരുന്നു. ലോർഡ് ബൈറൺ മദ്യത്തിന്റെ അടിമയായി ജീവിച്ച് മദ്യത്തെ വർണ്ണിച്ചു പാടി തോന്യാസിയായി ജീവിച്ച മനുഷ്യൻ കവിതകൾ എഴുതി ലക്ഷങ്ങൾ സമ്പാദിച്ചു. പക്ഷേ പാപ്പരായിട്ടാണ് മരിച്ചു പോകുന്നത്. ലൈംഗിക രോഗത്തോടു കൂടിയാണ് യാത്ര പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് let us have wine, women, mirth and laughter, your sermons and soda water the day after എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടത് കള്ള്, ഞങ്ങൾക്ക് വേണ്ടത് പെണ്ണ്, ഞങ്ങൾക്ക് വേണ്ടത് സന്തോഷം. നിങ്ങളുടെ വയല് വേണ്ട, നിങ്ങളുടെ ഉത്ബോധനം വേണ്ട, സോഡയും വേണ്ട. ഞങ്ങൾ അങ്ങനെ ജീവിക്കും. അതാണ് മലയാളക്കരയിൽ നമ്മളുടെ യുവസമൂഹം അടിക്കുഞ്ഞങ്ങൾ, പൊള്ളിക്കുഞ്ഞങ്ങൾ, അടിച്ച് പൊള്ളിച്ച് നിരത്തും ഞങ്ങൾ എന്ന് പറയുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇപ്പോ ആധുനിക സമൂഹത്തെ വശീകരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക മലയാള സിനിമയിലെ ചില സിനിമാ പാട്ടുകളുണ്ട്. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത, എന്നധികാരം, വഴിതെറ്റാനുമുണ്ടവകാശം, സുഖസന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം, പുരമതി ഇനി പുനരധിവാസം, അടിമുടിയൊരു പുതിയ വിലാസം, തനി നിറമെടുത്തണിയണ നെഞ്ചേ കാട്ട് തോന്യാസം എന്നാണ്. തോന്യാസം കാട്ടാൻ കിതക്കിതക്കണ് പടക്കണ് ശ്വാസം, ചെവികളിൽ നീ അരുതുപദേശം. ഇങ്ങനെ നിങ്ങളുടെ ഉപദേശം വേണ്ട, ഞങ്ങള് തോന്നിയതുപോലെ ജീവിക്കും. കട്ടപ്പാച്ചിലാണടി പതറുകയില്ല നേടി സ്വാതന്ത്ര്യം, മൂക്കിൻ താഴെ വന്നൊരു ചെറുപൊടി മീശയിൽ ആത്മവിശ്വാസം. ചെറുപൊടി മീശയിൽ ആത്മവിശ്വാസം കടന്നു വന്ന് കണ്ണുകൾക്കിത് ഹാസ്യം, ചില നേരം ആഭാസം, അവിവേകമാണിനി ലക്ഷ്യം, അവതാളമാക്കാം മൊത്തം എന്നാണ്. ഇതാണ് ആധുനിക വിദ്യാർത്ഥി യുവ സമൂഹങ്ങൾക്ക് ആവേശം നൽകുന്ന സിനിമകളുടെ സന്ദേശം. പേനക്കത്തികൊണ്ട് വിദ്യാരംഭം കുത്തി ഹരിശ്രീ, തോക്കിൻ കാഞ്ചിവലി ശീലം പണ്ടേ മറാത്ത വ്യാധി, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇതും പാടിയിട്ടാണ് നമ്മുടെ മക്കള് വളർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നെറികേടിലേക്ക്, തോന്നിവാസത്തിലേക്ക് നമ്മുടെ സമൂഹം മെല്ലെ മെല്ലെ നടന്നു നീങ്ങുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്ര പോകാൻ സ്വർഗീയ കവാടം കുടുംബത്തിന് മുമ്പിൽ തുറന്നു കിട്ടാൻ വേണ്ടി നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ 2 വിഭാഗം മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, 40 വയസ്സായ ശേഷം സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അങ്ങനെ ആ നന്മ ചെയ്ത് പടച്ചവനെ എനിക്ക് സ്വർഗം തരണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന ഉത്തമനായ സ്വാലിഹായ ഒരു സന്താനത്തിന്റെ ചിത്രമാണ് ഒരു ഭാഗത്ത് നൽകുന്നത്. മറ്റൊരു ഭാഗത്ത് നൽകുന്നത് ഞാൻ ഈ പറഞ്ഞ പാട്ടുകൾ പാടുന്ന, നേരത്തെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ മുടക്കുന്ന അതഇദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ?
എൻ്റെ മുൻകഴിഞ്ഞു പോയ തലമുറകളൊക്കെ വീണ്ടും മരിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ഇതൊക്കെ ഇൻഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, തീർച്ചയായും ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പറയുന്ന മക്കൾ, ആ മക്കൾ എവിടെയാ ഉള്ളത്? ആ മക്കൾ എവിടെയാ ഉള്ളത്? സ്വന്തം ഉമ്മ മരിച്ചു കഴിഞ്ഞ ശേഷം ഹൂറന്മാരുടെ ലോകത്തേക്ക് എൻ്റെ ഉമ്മ യാത്രയായി. ആ ഹൂറന്മാർക്ക് വേണ്ടി എന്നെ തള്ളിപ്പറഞ്ഞ ഉമ്മ പോയി, ആദരാഞ്ജലികൾ എന്നെഴുതി വിടുന്ന തെമ്മാടികളുടെ ചിത്രം അള്ളാഹു പറഞ്ഞു തരികയാണ്. ഈ തെമ്മാടിയാണ് ആ കുട്ടി. നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? ഇതൊക്കെ പൂർവികന്മാരുടെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ മുന്നറിയിപ്പ് നൽകിയ മക്കൾ, ആ മക്കളുടെ കൂട്ടത്തിൽ നമ്മളുടെ മക്കൾ പെടണമോ വേണ്ടേ എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ ചോദ്യം. അതിൽ നിരവധി കാര്യങ്ങളുണ്ട്. മനോഹരമായി ഒരു ഹൈന്ദവ പണ്ഡിതനെ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമുണ്ട്. The whole world is guided by 3 P's. ലോകം മുഴുക്കെ 3 പീകളാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1 പവർ, 2 പ്ലഷർ, 3 പ്രോഫിറ്റ്. 1 അധികാരം, 2 സന്തോഷം, 3 ലാഭം. ഈ 3 കാര്യങ്ങളാലാണ് ലോകം നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാറുന്ന മൂല്യങ്ങൾക്ക്, മാറുന്ന ലോകത്തിന് മാറാത്ത ശാശ്വത മൂല്യങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ സ്വാമി മൃഡാനന്ദ സ്വാമികൾ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എഴുതിയതിൽ പറയാണ് ഈ 3 പീകളാണ്. അധികാരം, എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം. അത് രാഷ്ട്രീയ അധികാരമാവാം, വേറെ എന്തെങ്കിലും അധികാരമാവാം. പവർ കിട്ടണം. അങ്ങനെ പവർ കിട്ടിക്കഴിഞ്ഞാൽ പ്ലഷർ, സന്തോഷം, സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോകണം. ആ സുഖഭോഗങ്ങൾ എങ്ങനെയാണ് നേടേണ്ടത്? അതിന് മദ്യമാണെങ്കിൽ മദ്യം, മയക്കുമരുന്നാണെങ്കിൽ മയക്കുമരുന്ന്, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്. ഈ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ. അതിൽ നമ്മുടെ മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ മദ്യമാണ് വില്ലനായി മാറിയിട്ടുള്ളത്. മദ്യത്തിന്റെ ഉപയോഗം കേരളക്കരയിൽ നടക്കുന്ന വാഹനാപകടങ്ങളിൽ ഏതാണ്ട് 70% വാഹനാപകടങ്ങൾക്ക് കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതാണ്. ക്രിമിനൽ കേസുകളിൽ, ക്രിമിനൽ സംഭവങ്ങളിൽ 45% ക്രിമിനൽ സംഭവങ്ങൾക്ക് കാരണമായി വർത്തിക്കുന്നത് മദ്യമാണ്. കൊലപാതകങ്ങളിൽ ഏതാണ്ട് 30-35% കാരണം മദ്യമാണ്. ആത്മഹത്യക്ക് ഏതാണ്ട് 30% ആത്മഹത്യകൾക്ക് കാരണം മദ്യമാണ്. സ്ത്രീകളുടെ ആത്മഹത്യ പ്രത്യേകമായി കണക്കിലെടുത്ത് നോക്കിയപ്പോൾ 90% ആത്മഹത്യകളുടെ പിന്നിലും കാരണം മദ്യമാണ്. മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, അത് കൊടുക്കരുത്, അത് കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണിലാണ് ഈ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്യത്തിന്റെ വിപത്തിനെതിരെ ശ്രീനാരായണ ഗുരു അതിശക്തമായ പോരാട്ടം നടത്തിയപ്പോ ശ്രീനാരായണ ഗുരുവിനോട് ഒരു അനുയായി വന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികളിൽ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ രേഖപ്പെടുത്തിയ ഭാഗത്ത് ഈ സംഭാഷണം നമുക്ക് കാണാം. ഗുരു, എനിക്ക് കള്ള് ചെത്തുന്നതല്ലാതെ വേറെ ജോലി അറിയില്ല. അതുകൊണ്ട് കള്ള് ചെത്തിയില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയിലാകും. അതുകൊണ്ട് ഗുരു കള്ള് ചെത്തരുത് എന്ന് പറയരുത്, എനിക്ക് എൻ്റെ കുടുംബം പോറ്റണം, വേറെ ജോലി അറിയില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞത്, നീ ആ കള്ള് ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി എറിഞ്ഞ് പൊട്ടിക്കുക.
എന്നിട്ട് അത് 4 കഷ്ണങ്ങളാക്കിയിട്ട് ആ 4 കഷ്ണങ്ങൾ കൊണ്ട് ക്ഷൗരക്കത്തി ഉണ്ടാക്കുക, എന്നിട്ട് ക്ഷൗരം ചെയ്യുക. എന്നാൽ നിനക്ക് ഇതിനേക്കാൾ വരുമാനവും കിട്ടും, നിന്നെ നാറുകയുമില്ല എന്ന്. അത്രയ്ക്ക് ഗൗരവത്തിൽ മദ്യത്തിനെതിരെ ശബ്ദിച്ച ശ്രീ നാരായണ ഗുരുവിന്റെ ധർമ്മം പരിപാലിക്കുവാനുള്ള യോഗം അബ്കാരി കോൺട്രാക്ടർക്ക് കിട്ടി എന്ന് മാത്രമല്ല, ആ അബ്കാരി കോൺട്രാക്ടർ മലപ്പുറം ജില്ലയെ പറ്റി നല്ലവണ്ണം പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നല്ല ചില അവാർഡുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് വിഷയം. തിന്മകളുടെ, അരാജകത്വത്തിന്റെ, നെറികേടുകളുടെ അരങ്ങ് തകർക്കലാണ്, കിരാത വാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ ദുരന്തം, മട്ടാഞ്ചേരി ദുരന്തം, അഞ്ചൽ ദുരന്തം, കല്ലുവാതുക്കൽ ദുരന്തം, എത്രയെത്ര ദുരന്തങ്ങളാണ് മലയാളക്കരയിൽ ഉണ്ടായത്. എത്രയെത്ര ആളുകളാണ് മരിച്ചു വീണത്. എത്ര ആളുകളുടെ കാഴ്ചശക്തിയാണ് ഇല്ലായ്മ ചെയ്യപ്പെട്ടത്. എന്നിട്ടും കേരളക്കരയിൽ ഇപ്പോഴും മദ്യത്തിനെതിരെ കൃത്യമായ ഒരു നയനിലപാടുകൾ ഉണ്ടാവുന്നില്ല. ഇതാണ് മദ്യത്തിന്റെ വിഷയത്തിൽ. ഇനി ഞാൻ കണക്കുകൾ പറയുന്നില്ല, മദ്യത്തിന്റെ കണക്കുകൾ പറയാൻ പേടിയാണ്. ജീർണതകൾക്കെതിരെ യുവശക്തി എന്ന പേരിൽ ISM വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ഈ മദ്യപാനത്തിന്റെ കണക്ക്, ഇംഗ്ലണ്ടിലെ മദ്യപിന്റെ കണക്കും കേരളത്തിലെ കണക്കൊക്കെ വെച്ച് നല്ല ഒരു അബൂബക്കർ കാരക്കുന്ന് എഴുതിയ മനോഹരമായ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. അതിലുള്ള കണക്കുകളൊക്കെ വെച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ ശേഷം ഒരു കുടിയൻ എൻ്റെ അടുത്ത് വന്നു. സാറേ, സാറിനെ ഞാനൊന്ന് കാല് തൊട്ടോട്ടെ. ഞാൻ ഒരു കാലൊന്നും തൊടല്ലായിരുന്നു. അപ്പം എന്താ വിഷയം? എന്നാൽ സാറിനൊരു മാല ഇടണം. അങ്ങനെ അടുത്തുള്ള ഒരു പൂമാല ഉണ്ടാക്കുന്ന കടയിൽ പോയിട്ടൊരു മാല വാങ്ങിയിട്ട് അതിന് സമ്മതിച്ചു കൊടുത്ത് മാല ഇട്ടു. മാല ഇട്ട് കഴിഞ്ഞാൽ കുടിയൻ കൈ തന്നിട്ട് പറഞ്ഞു, സാറേ, സാറിനോട് എനിക്കൊരു നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നന്ദി? അതെ, ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് കുടിയൻ എന്നാണ്. ലോകത്ത് ഇത്രയധികം കുടിയന്മാരുള്ള വിവരം സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, കേരളത്തിലെ 49 ലക്ഷം മുഴുക്കുടിയന്മാരുണ്ട്. അതിൽ 7.5 മുതൽ 9 ലക്ഷം വരെ മുഴുക്കുടിച്ചികളുണ്ടെന്നൊക്കെയുള്ള കണക്കൊക്കെ അത് വെച്ചിട്ട് പറഞ്ഞ് അപ്പോൾ മൂപ്പർക്ക് സമാധാനമായി, ഇത്രയും കുടിയന്മാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കണക്ക് പറയുമ്പോൾ ബേജാറാണ്. അതിനുശേഷം ഞാൻ അത്ര വിശദമായിട്ട് പറയാറില്ല. ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ കണക്ക്. കേരളത്തിൻ്റെ ചില യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് പറയുമ്പോൾ പെൺകുട്ടികളോട്, ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളോട്, നീ എന്താണ്? ഞാൻ വിസ്കി, എനിക്ക് ബീർ എനിക്ക് ഇഷ്ടമില്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, ഇങ്ങനെ പറയുന്ന കുട്ടി ഒരു നാണവും ഇല്ല. ഇങ്ങനെയുള്ളൊരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു കാലമാണ്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരി ചാറുപോലുള്ളൊരു ഈ ജീവിതം എന്നും അതിൻ്റെ ലഹരിയിൽ ആനന്ദ തുന്നിലമെന്മനം മുളിപ്പറക്കണം എന്ന് പറഞ്ഞ ചങ്ങമ്പുഴ എനിക്കിതിൻ്റെ ഈ എന്ത് വന്നാലും ആസ്വദിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് എപ്പിക്യൂറസ് പഠിപ്പിച്ച ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി അറ്റ് എനി മൊമെന്റ് യു മേ ഡൈ. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക, ഏത് നിമിഷവും മരിച്ചു പോകും, അതിൻ്റെ മുമ്പേ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ജീവിതം ഐസ്ക്രീം പോലെയാണ്, അലിഞ്ഞു തീരുന്നതിന് മുമ്പ് അത് ആസ്വദിക്കണം എന്ന് പഠിപ്പിക്കുന്ന തത്വശാസ്ത്രം. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ്, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്യും, ആരാ ചോദിക്കാനെന്ന് പറയുന്ന നെറികേടിൻ്റെ സംസ്കാരം. എന്നിട്ട് ജീർണതകൾ ഓരോന്നോരോന്നായി കടന്നു വരുന്നു. അള്ളാഹു വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകി. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാർ നബാതു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ വഫിൽ ആഖിറതി അദാബുൻ ശദീദ് ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور
സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത്. മനുഷ്യരെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കളിയും ചിരിയും വിനോദവും മക്കളുടെയും സമ്പത്തിന്റെയും കാര്യത്തിലുള്ള കുറച്ച് പൊങ്ങച്ചം കാണിക്കലും മാത്രമാണ്. ഒരു മഴയത്ത് കിളിർത്ത ചെടിയെപ്പോലെയാണ് നിങ്ങളുടെ ജീവിതം. ആ മഴയത്ത് കിളിർത്ത ചെടി അത് കണ്ട ആളുകളെ, കർഷകന്മാരെ ആശ്ചര്യപ്പെടുത്തി. പിന്നെ അത് വാടിപ്പോകുന്നു. പിന്നെ അതിനൊരു മഞ്ഞ നിറം ബാധിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. സുമ്മയകൂനു ഹുത്വാമ, പിന്നെ അതൊരു നുരുമ്പായി, വൈക്കോലായി തീരുന്നു. ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളിങ്ങനെ കളിക്കും, നിങ്ങളിങ്ങനെ ചിരിക്കും. നിങ്ങളുടെ കുട്ടിക്കാലം, കളിച്ചു നടക്കുന്ന പ്രായം, ചിരിച്ചു നടക്കുന്ന പ്രായം, അലങ്കരിച്ചു നടക്കുന്ന പ്രായം, ചെത്തി നടക്കുന്ന പ്രായം. അത് കഴിഞ്ഞ് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കട്ടിൽ നിന്ന് എണീക്കാനാവാതെ നുരുമ്പായി, വൈക്കോലായി, അതുപോലെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലെത്തുന്ന ആ ഒരു കാലം, ശൈശവം മുതൽ കൗമാരം മുതൽ യൗവനം മുതൽ വാർദ്ധക്യം വരെയുള്ള ഘട്ടങ്ങളെ ഓരോന്നോരോന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ട്, പച്ചപ്പുല്ല് വാടി മഞ്ഞക്കളറായി നുരുമ്പി വൈക്കോലായി തീരുന്ന ആ ഒരു പ്രയാണം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു രീതി തന്നെയാണ്, ആ ഒരു ഉപമയാണ് നിങ്ങളുടെ ജീവിതത്തിന് എന്ന് പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ പറയുന്നത്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പരലോകത്ത് കഠോരമായ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനമുണ്ട്, അവന്റെ പ്രീതിയുണ്ട്, തൃപ്തിയുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ ഒരു വിഭവമാണ്, ചതിക്കുന്ന ഒരു ചരക്കാണ്. നിങ്ങളതിൽ വഞ്ചിതരായി പോവണ്ട. ദുനിയാവ് മിന്നുന്നതാണ്, പക്ഷെ പൊന്നല്ല. All that glitters is not gold എന്ന് നമ്മൾ പണ്ട് കോപ്പി എഴുതിയിട്ടുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. ദുനിയാവ് മിന്നുന്നതാണ്, അത് പൊന്നല്ല. അതിൻ്റെ പളപളപ്പ് കണ്ട ആരും തന്നെ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല എന്നാണ് അള്ളാഹു വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ ഉപമ പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ കള്ളിൻ്റെ മാത്രമല്ല, കഞ്ചാവിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ, MDMA അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ, ഹാഷിഷിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ, മരീജുവാനയുടെ പിന്നാലെ പോകുന്ന ആളുകൾ, ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ലോകത്തിലെ ഫുട്ബോൾ താരങ്ങളിൽ എക്കാലത്തെയും മികച്ച ചരിത്രം സൃഷ്ടിച്ചവരിൽ ഒരാളായ മാറഡോണ, കൊക്കൈൻ എന്ന് പറയുന്ന വില കൂടിയ ആ മയക്കുമരുന്നിന് അടിമയായിട്ട് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ശേഷം കോടികൾ മുടക്കിയിട്ടാണ് അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. എത്രയോ ദുരന്ത കഥാപാത്രങ്ങൾ, ഫുട്ബോൾ താരങ്ങളിൽ മാത്രമല്ല, എത്രയോ ആളുകൾ, സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെ പോയി അവരെയാണ് ഞങ്ങൾ അനുകരിക്കേണ്ടത് എന്ന് പറയുന്ന യുവതലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ദ പൈഡ് പൈപ്പർ ഓഫ് ഹാമലിൻ എന്നൊരു കവിത പണ്ട് പഠിക്കാനുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഒരു നാട്ടിൽ ഒരുപാട് എലികളുടെ ശല്യമുണ്ടായിട്ട് ആ എലികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രത്യേക രീതിയിൽ ഓടക്കുഴൽ വായിച്ച് ആ എലികളെ നശിപ്പിച്ചു തന്നാൽ എന്തും തരാം, എന്തും ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മേയർ, ഭരണാധികാരി വാക്ക് കൊടുത്തപ്പോൾ ഈ പൈഡ് വൈപ്പർ ഒരു പ്രത്യേക ട്യൂണിൽ പാട്ടുകൾ പാടിയിട്ട് എലികളെ മുഴുവൻ കൊണ്ടുപോയി വെള്ളത്തിൽ ചാടിച്ച് മുക്കി കൊന്നുകളഞ്ഞു. എലികളുടെ ശല്യം കഴിഞ്ഞപ്പോൾ മേയർ വാക്ക് മാറി. ഇനി എലികളുടെ ശല്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എല്ലാ ചോദ്യവും ചോദിച്ചിട്ട് കളിയാക്കി വിട്ടു. പക്ഷേ മേയർ അത് ചെയ്തപ്പോൾ ഈ പൈഡ് പൈപ്പർ വീണ്ടും മറ്റൊരു ട്യൂണിൽ പ്രത്യേകമായി ഓടക്കുഴൽ വായിച്ച്
ആ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും നൃത്തം ചെയ്യിച്ച് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് മലക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി ആ നാട്ടിൽ പിന്നീട് ഒരു തലമുറ തന്നെ ഇല്ലാതായി എന്നതാണ് ആ കവിതയുടെ സന്ദേശം. വാക്ക് പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നേർവഴിക്ക് നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമാണ്. ഇന്ന് തിന്മയുടെ ശക്തികൾ പൈഡ് പൈപ്പർമാരായി നമ്മുടെ യുവാക്കളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ യുവതികളെ വശീകരിച്ചുകൊണ്ട് പ്രത്യേക താളത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പാടിയ പാട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. വിവാഹം വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. കുട്ടികൾ വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല. അതുകൊണ്ട് കാര്യം കഴിഞ്ഞാൽ ഗുഡ് ബൈ ചൊല്ലി പിരിയാം എന്നത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളക്കരയിൽ ഇറങ്ങിയ ഒരു പാട്ടാണ്. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം, 100cc ബൈക്കും അതിലൊരു പൂജാപട്ടും വേണമെന്ന് പറയുന്ന ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇതിൻ്റെയൊക്കെ ബാക്കി പത്രമാണിത്. ഞാൻ പറയുന്നത്, നമ്മളറിയാതെ നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഈ ജീർണതയുടെ സംസ്കാരങ്ങൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വീകരണ മുറിയിലെ ടെലിവിഷനിൽ ഇത് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. വിവാഹം വേണ്ടതില്ല, ജീവിതത്തിന് ലക്ഷ്യബോധം വേണ്ടതില്ല, മതമെന്ന് പറയുന്നത് അതൊന്നും അത്ര വലിയ കാര്യമല്ല, അതൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിക്കുന്നിടത്ത് ഇവിടെ മതം കൃത്യമായി മനുഷ്യർക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. അത് നേരത്തെ ഇവിടെ സുഹൈൽ സാബിർ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എന്തെല്ലാം ജീർണതകൾ ഉണ്ടായിരുന്നോ ആ ജീർണതകളിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിച്ചെടുത്ത ഒരു രീതിശാസ്ത്രമുണ്ട്. അവർക്ക് മദ്യം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. 3 കാര്യങ്ങളാണ് യുവാക്കൾക്ക് വിധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞതിൽ ഒന്ന് മദ്യമാണ്, നുരച്ചു പൊങ്ങുന്ന മദ്യം. രണ്ടാമത്തത് സുന്ദരിയായ സ്ത്രീകളുമായി രമിക്കലാണ്. മൂന്നാമത്തത് നിസ്സാരങ്ങളായ പ്രശ്നങ്ങളുടെ പേരിൽ അടിപിടി കൂടലാണ്, യുദ്ധം ചെയ്യലാണ്. വാർ, വൈൻ ആൻഡ് വുമൺ എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞ ആ ഒരു ജീർണതയുടെ സംസ്കാരം എഡ്വേർഡ് ഗിബ്ബൺ തന്റെ ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദി റോമൻ എംപയർ എന്ന ഗ്രന്ഥത്തിൽ ദ ഹ്യൂമൻ ബ്രൂട്ട് ഓൾമോസ്റ്റ് വിതൗട്ട് സെൻസസ് ഈസ് പോർലി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി ആനിമൽ ക്രിയേഷൻ എന്ന് രേഖപ്പെടുത്തി വെച്ച ജീർണതയുടെ ജാഹിലിയത്തിന്റെ ആ സംസ്കാരം. സ്വന്തം ഭർത്താവ് കച്ചവടത്തിന് വേണ്ടി അന്യ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോ ഭാര്യയുടെ കയ്യിൽ ഒരു ചോരക്കുഞ്ഞ്, ചോരപ്പൈതൽ. ഭർത്താവ് ചോദിച്ചു, എന്താ പെണ്ണേ ഇത്? ഞാൻ പോകുമ്പോൾ ഇങ്ങനൊരു വിശേഷമില്ലല്ലോ, ഞാൻ പോയിട്ട് 3-4 കൊല്ലം കഴിഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഈ ചോരപ്പൈതൽ, എങ്ങനെയാണിത് എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പാടിക്കൊടുക്കുകയാണ്, ലാവല്ലദീ റദ്ദക യാ സ്വഫിയു മമസ്സനി ബഅദക മിൻ ഇൻസിയിൻ ഗൈറു ഗുലാമിൻ വാഹിദിൻ ഫാത്തിയിൻ വാസിത്തത്തിൻ ജാഉ മിനശ് ശർഖിയിൻ വഖംസത്തിൻ കാനൂ മിനൽ ഗർബി വഗൈരി തുർക്കിയിൻ വനസ്റാനിയിൻ. എണ്ണിക്കൊടുക്കുകയാണ്, എൻ്റെ പ്രിയതമാ, താങ്കളും ഞാനുമായി വേർപിരിഞ്ഞ ശേഷം ഒരു ചെറുപ്പക്കാരൻ, കിഴക്കുന്ന് വന്ന 6 ആള്, പടിഞ്ഞാറുന്ന് വന്ന 5 ആള്, പിന്നെ ഒരു യഹൂദി, ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറയും, ഇവരല്ലാതെ വേറെ ആരും ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ. ഭർത്താവ് പറഞ്ഞു, മതി മതി പണ്ടേ മതി, നിർത്ത്, കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരുന്ന ജീർണതയുടെ, വൃത്തികേടിന്റെ, നെറികേടിന്റെ ജാഹിലിയത്തിൽ നിന്ന് തൗഹീദിന്റെ ശാദ്വല തീരത്തേക്ക് ആ സമൂഹം തിരിച്ചു വന്നപ്പോ ഖലീഫ ഉമറിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ തന്റെ പ്രജകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ വിഷമമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മണലാരണ്യത്തിലൂടെ നടന്നു പോകുന്ന വേളയിൽ ഒരു കൊച്ചു കുടിലിൽ നിന്നൊരു ഗാനം കേൾക്കുകയാണ്.
ലഖദ് ത്വാല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു ലറഖനി അല്ലാ ഖലീലുൻ ഉലൈബു ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ അവാഖിബു വറഖനി അല്ലാ ഖലീലുൻ ഉലൈബു. ചുറ്റും കറുത്തു തമോമയ മാമിരുൾ മുറ്റൂമിരവിധിയിലേകാകിയാണു ഞാൻ. കൂട്ടിന്നു തോഴനില്ലായികയാലൻ മനക്കൂട് തുറന്നഹോ നിദ്ര പറന്നുപോയി. ഈശ്വരൻ സത്യമാണ്, ഈശ്വര ശിക്ഷകൾ ആശു മറക്കുകിൽ ആടുമീ കട്ടിലും. എൻ്റെ പ്രിയതമൻ എൻ്റെ കൂടെയില്ലാത്തത് കൊണ്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പക്ഷേ പടച്ചതമ്പുരാൻ കാണുമെന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ കട്ടിലിൻ്റെ കാലുകൾ ഇപ്പോൾ കുലുങ്ങുന്നുണ്ടാകുമായിരുന്നു. വികാരം കടിച്ചമർത്തി പാടുന്ന ആ സഹോദരിയുടെ ഗാനം കേട്ട് റളിയല്ലാഹു വീട്ടിലേക്ക് ഓടിച്ചെന്നതും ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചതും, ഭാര്യമാരുമായി പിരിഞ്ഞ് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ഭടന്മാരും നിശ്ചിത കാലയളവ് കഴിഞ്ഞ എല്ലാവരും നിർബന്ധിത ലീവെടുത്ത് തിരിച്ചു വരണമെന്ന് ഓർഡറിട്ടതും ചരിത്രമാണ്. ഞാൻ പറയുന്നത് ജീർണതകൾക്കെതിരെ ദൈവവിശ്വാസം നൽകുന്ന സ്വർഗീയ കവാടത്തിലേക്ക് പോകാൻ വഴിയൊരുക്കുന്ന ധാർമ്മികതയുടെ പാഠമാണിത്. തൻ്റെ ഒട്ടകം നടന്നു പോകുമ്പോൾ ഒരുത്തൻ്റെ പറമ്പിൽ നിന്ന് ഇല കടിച്ചാൽ അതിൻ്റെ പേരിൽ ആഴ്ചകളോളം മാസങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന കാട്ടറബികൾ, ആ കാട്ടറബികളുടെ സംസ്കൃതിയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ഒരു പടയോട്ടത്തിൻ്റെ സമയത്ത് ശത്രുവിനെ കീഴ്പ്പെടുത്തി കുത്താൻ നോക്കുന്ന വേളയിൽ കിടന്ന കിടപ്പിൽ ഏതായാലും ചാവുകയല്ലേ, പുലിയായിട്ട് ചാകാം എന്നുള്ള നിലക്ക് ഒരു കാർക്കിച്ചു തുപ്പൽ. ആ തുപ്പിയ സമയത്ത് വാളുറയിലിട്ട് അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി. ഇവൻ ചോദിച്ചു, അല്ല ഇതെന്താ, എന്നെ കൊല്ലാൻ കിട്ടിയ സമയത്ത് കൊല്ലാതെ വിട്ട് പോകുന്നത് എന്താന്ന്? അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഞാൻ ഇതുവരെ പൊരുതിയത് വിശ്വാസത്തിൻ്റെ പേരിലാണ്, ധർമ്മത്തിൻ്റെ പേരിലാണ്. നീ എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ ശേഷം നിന്നെ ഞാൻ കുത്തിയാൽ ആ തുപ്പലിൻ്റെ വകയിലുള്ളൊരു കുത്തായി പോവും. ആ കുത്തെനിക്ക് വേണ്ട, ആ പക വീട്ടലില്ല. ഇങ്ങനെ ക്ഷമിക്കാൻ, നിസ്സാരങ്ങളായ പ്രശ്നങ്ങളുടെ പേരിൽ കലഹിക്കുന്ന ജാഹിലിയത്ത് മുഖത്ത് കാർക്കിച്ചു തുപ്പിയ കാരണമുണ്ടായിട്ട് പോലും അത് വിശ്വാസത്തിന്റെ പേരിൽ ക്ഷമിച്ച് ധാർമ്മികതയുടെ പേരിലുള്ള കൊല്ല മാത്രമേ, അക്രമം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന ആ വിധാനത്തിലേക്ക് പരിവർത്തിപ്പിച്ച ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം. ഇന്നും ഇത് തന്നെയാണ്. അരാജകത്വം, അക്രമങ്ങൾ എന്തൊക്കെയാണ്, എന്തിൻ്റെ പേരിലാണ്? കാറിന് സൈഡ് കൊടുത്തില്ല, എന്നിട്ട് ഓടിപ്പിടിച്ചിട്ട് തടഞ്ഞിട്ടിട്ട് അടിച്ചു പൊട്ടിക്കുക. ബൈക്ക് ഹോണടിച്ച് സൗണ്ട് കൂടിപ്പോയി, അതിൻ്റെ പേരിൽ ഇടിച്ചു തെറിപ്പിക്കുക. എന്തൊക്കെ കംപ്ലൈൻറ്റുകളാണ്. ഒരു വീട്ടിൽ ബീഫ് പാകം ചെയ്തു, അതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുക. അരാജകത്വം അരങ്ങ് തകർക്കുകയാണ്. വർഗീയതയുടെ പേരിൽ, പൊങ്ങച്ചത്തിൻ്റെ പേരിൽ, ധാർഷ്ട്യത്തിൻ്റെ പേരിൽ. ഇവിടെയാണ് ഖാറൂൻ മുതലാളിയുടെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നത്, അബൂലഹബിന്റെ ചരിത്രം പറഞ്ഞു തരുന്നത്, അസ്ഹാബുൽ ഫീൽ അവരുടെ ചരിത്രം പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അഹങ്കാരം, അസൂയ, പൊങ്ങച്ചം, ധിക്കാരം, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന ഖുർആൻ അത് വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്ദർശിക്കൂ, നിങ്ങൾ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കൂ. എന്നിട്ട് അക്രമികളുടെ പതനം, അവരുടെ അവസാനം എങ്ങനെയായി എന്ന് നിങ്ങൾ പരിശോധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ധാർമ്മികതയെ വെല്ലുവിളിച്ച എല്ലാവരും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക വിവാഹം എന്തിന്?
ധാർമ്മികത എന്തിന് എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ അവിടെ 33%, 1/3 ആളുകൾ ആരാണ് പിതാവ് എന്ന് അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ആ മക്കൾ അവിടെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായി, സ്കൂളുകളിൽ പ്രശ്നക്കാരായി, എല്ലായിടത്തും പ്രശ്നക്കാരായി അവരെക്കുറിച്ച് അവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. ഫാദർലെസ് അമേരിക്ക കൺഫ്രണ്ടിങ് അവർ മോസ്റ്റ് ഏർജന്റ് സോഷ്യൽ പ്രോബ്ലം. ഡേവിഡ് ബ്ലാങ്കൻഹോൺ എഴുതിയ പുസ്തകം അതാണ് ചർച്ച ചെയ്യുന്നത്. തന്തയില്ലാത്ത അമേരിക്ക, എങ്ങനെ നമുക്ക് ഇത് നേരിടാം? ഫാമിലീസ് വിതൗട്ട് ഫാദേഴ്സ്, ഫാദർഹുഡ്, മാരേജ് ആൻഡ് ചിൽഡ്രൻ ഇൻ അമേരിക്ക. ഡേവിഡ് പോപ്നോ എഴുതിയ പുസ്തകം ചർച്ച ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ്. ഉപ്പമാരില്ല, അച്ഛന്മാരില്ല, നോക്കാൻ ഗുണദോഷിക്കാൻ ആളില്ല. എങ്ങനെ ചെയ്യാൻ പറ്റും? ദ ഫാദർലെസ് എപ്പിഡമിക് റൈസിംഗ് അപ്പ് മെൻ ഇൻ ഏർബൻ അമേരിക്ക. ഇങ്ങനെയുള്ള 2-3 പുസ്തകങ്ങൾ അമേരിക്കയിൽ ഈ വിഷയം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ നാടുകളിലും അങ്ങനെയുള്ള ലൈഫ് വേണമോ എന്നതാണ്. ലിബറലിസം വേണം, ലെസ്ബിയനിസം വേണം, ഗേ കൾച്ചർ വേണം, ബൈസെക്ഷുവാലിറ്റി വേണം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം മൂപ്പർക്ക് തോന്നുകയാണ് ഞാൻ ഇന്ന് ആണിനെ പോലെയാണ് ജീവിക്കുന്നത്, നാളെ തോന്നുകയാണ് പെണ്ണിനെ പോലെയാണ് ജീവിക്കുന്നത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഡ്രസ്സിങ്, അതിനനുസരിച്ച് സംസ്കാരം, ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എവിടേക്കാണ് ഇവരെത്തുക എന്ന് ആലോചിക്കുന്ന പോലുമില്ല. ഹിപ്പി പ്രസ്ഥാനങ്ങളും ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ മറ്റ് നിരവധി പ്രത്യയശാസ്ത്രങ്ങളും കടന്നു വന്ന് ആളുകളെ ഇത്തരം മിഥ്യാധാരണയിൽ അകപ്പെടുത്തിയിട്ട് അവസാനം അവർക്ക് തിരിച്ചറിവുണ്ടായി. ഇതൊക്കെ മോശമാണ്, ഞങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറി. അവർ പിന്മാറിയിടത്ത് നിന്ന് നമ്മളിൽ പലരും തുടങ്ങുകയാണ്. ഇപ്പോ അമേരിക്കയിലും ബ്രിട്ടനിലും റഷ്യയിലും ചൈനയിലും അടക്കം നിങ്ങൾ കല്യാണം കഴിക്കൂ, നിങ്ങൾക്ക് ഇത്ര പൈസ തരാം, നിങ്ങൾ ഭാര്യയുമായി ഒരുമിച്ച് കുടുംബമുണ്ടാക്കൂ, പൈസ തരാം, വീട് വെച്ച് തരാം എന്ന് പറയുന്നിടത്തേക്ക് അവർ തിരിച്ചെത്തി. കാരണം കുടുംബത്തെ നിരാകരിച്ചതിൻ്റെ ഭവിഷ്യത്ത് അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ സമൂഹം ആ കുടുംബത്തെ വലിച്ചെറിയാൻ തുടങ്ങുകയാണ് ചിലരെങ്കിലും. അത് നമുക്ക് നഷ്ടമാണ് വരുത്തുക എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ഒമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമല്ലാതെ, ചതിക്കുന്ന ചരക്കല്ലാതെ വേറെ യാതൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. ഇത്തരം അരാജകത്വങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തിയാൽ അതിൻ്റെ ആത്യന്തികമായ ദുരന്തം നമുക്ക് മാത്രമായിരിക്കും. നമ്മളുടെ മാതാപിതാക്കൾ ഇന്നത്തെ ഈ അരാജകവാദികൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ജനിക്കുമായിരുന്നില്ല. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മാതാപിതാക്കൾ അവരുടെ 9ാമത്തെയോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9ാമത്തെ അല്ലെങ്കിൽ 14ാമത്തെയോ മറ്റോ മകനാണ് രവീന്ദ്രനാഥ ടാഗോർ. നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് വരുമായിരുന്നില്ല, നമുക്കൊരു ജനഗണമന ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ്, സ്നേഹമുണ്ടാകുന്നതാണ്. ആ ഒരു കുടുംബ സംവിധാനം ഉണ്ടായാൽ അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പ്, അഭംഗുരം, അനുസ്യൂതമുള്ള പ്രയാണത്തിൻ്റെ ആധാരശിലയാണ്. അത് തകർത്താൽ അതിൻ്റെ നഷ്ടം മനുഷ്യ സമൂഹത്തിനാണ്, തലമുറകൾക്കാണ്, രാജ്യത്തിനാണ്, എല്ലാറ്റിനുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും സകുടുംബം സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുത്തിരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.